ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു ഡിസ്കഷനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ പറ്റി പറഞ്ഞാൽ അത് NH66 കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വികസനങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന, അതായത് ഈ അടുത്ത കാലത്തും കണ്ടിട്ടില്ലാത്ത വലിയ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് NH66 തീർച്ചയായും കേരളത്തിന് ഒരുപാട് രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. കേരളത്തിൻ്റെ ഭാവി തലമുറയ്ക്കും ഭാവിയിൽ ഉണ്ടാവേണ്ട വികസന കുതിപ്പിനൊക്കെ NH66 വളരെ വലിയ പങ്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിനെപ്പറ്റി ആണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഒരു ടോപ്പിക് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് വലിയൊരു ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് എന്നാണ് എൻ്റെ ഭാഗം. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ സംസാരിക്കേണ്ട ഒരു നിലയിലേക്ക് അതൊരിക്കലും എത്തരുത് എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിവേസ്, അതിന് മുൻപ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ NH66 പൊളിഞ്ഞല്ലോ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ പറഞ്ഞ ഒരു വീഡിയോ ആണ്, അത് നിങ്ങളത് കണ്ടു നോക്കൂ. നാഷണൽ ഹൈവേയുടെ വികസനം നല്ല നിലയിൽ നടക്കുകയാണ്. അപ്പോഴാണ് ഈ മഴക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഉടനെ അത് സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമം കേരളത്തിൽ LDFനെ എതിർക്കുന്ന രണ്ടു കൂട്ടരുണ്ട്. UDFും BJPയുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട്. എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം. നിർമ്മാണ ഘട്ടത്തിലുണ്ടാകുന്ന സാങ്കേതിക തകരാറ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ പരിശോധന സ്വാഭാവികമായും നാഷണൽ ഹൈവേ തന്നെ നടത്തും. ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, കരിപ്പട്ടികയിൽപ്പെടുത്തിയതും അതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗ സംവിധാനത്തിനെതിരെ നടപടികൾ വരുന്നതും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതൊന്നും കേരളത്തിലെ PWD അല്ലല്ലോ ചെയ്യുന്നത്. അതെല്ലാം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ കേന്ദ്ര വകുപ്പുമാണ്. സ്വാഭാവികമായും അവരത് ചെയ്യും. ഒരു ദുരന്തമോ ഏതെങ്കിലും സ്ഥലത്ത് ചില പ്രശ്നങ്ങളും ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ ആകെ ഒളിഞ്ഞു പോകുമെന്ന് കാണേണ്ടതില്ല. പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി ആ വീഡിയോയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില കാര്യങ്ങളെ പറ്റിയാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുന്നില്ല കേട്ടോ, കേന്ദ്ര ഗവൺമെന്റിനെ തീരെ അതിൻ്റെ അത് കുറ്റപ്പെടുന്നില്ല. മുഖ്യമന്ത്രി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടായത് ടെക്നിക്കൽ എറേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ അത് ഇത്ര വലുതാക്കി കാണിക്കേണ്ട ആവശ്യമില്ല. കേന്ദ്ര ഗവൺമെന്റ് കൺസ്ട്രക്ഷൻ കമ്പനീനെ ഡീബാർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, അത് അവർ ചെയ്യുകയും ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും വലിയ വിമർശന വിധേയമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞങ്ങൾ ഇതിൻ്റെ അകത്ത് NHI ആണ് എല്ലാം ചെയ്യുന്നത്, പൊതുമരാമത്ത് വകുപ്പിന് ഇതിനകത്തൊരു പങ്കുമില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. ഈ വീഡിയോയിൽ മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇദ്ദേഹത്തോട് മുഖ്യമന്ത്രിയോട് ചോദിച്ച സമയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ പൊതുമരാമത്ത് വകുപ്പിന് ഇതിനകത്ത് വലിയ റോളില്ല എന്നുള്ള കണ്ടീഷനിലാണ് അദ്ദേഹം പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അത് പൂർണ്ണമായി ശരിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഇപ്പോൾ അയാൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു മുൻപും അങ്ങനെ തന്നെ ആയിരിക്കേണ്ടിരുന്നത്. ഇതിൽ ഞങ്ങൾ ചുമ്മാ കുറച്ച് പൈസ കൊടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ NHI ആണ് എന്ന് അന്ന് പറയേണ്ടിയിരുന്നു. പക്ഷെ അതുപോലെയല്ല നമ്മൾ കണ്ടത്. കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസാണ് ഇത് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്തൊരു വ്യക്തി എന്ന് പറയാം. കാരണം അദ്ദേഹമാണല്ലോ ഈ പൊതുമരാമത്ത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം കാണിച്ചു കൂട്ടിയ കാര്യങ്ങളോ അദ്ദേഹം പറഞ്ഞു കൂട്ടിയ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ സംസാരിക്കാൻ വെച്ചാൽ അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കേണ്ടി വരും. എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഈ പൊളിഞ്ഞതിന് ശേഷം പറഞ്ഞ ഒരു കാര്യം നിങ്ങളൊന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം ഈ പൊളിഞ്ഞതിന് ശേഷമുള്ളതൊക്കെ നല്ലത്, അതിന് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ഡിസംബറിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊന്ന് കണ്ടു നോക്കും നിങ്ങൾ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഫീൽഡിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള
സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ വരികയാണ്. ചില നാട്ടിലുള്ള ജനങ്ങൾ ചില പ്രശ്നം ശ്രദ്ധയപ്പെടുത്തും, അല്ലെങ്കിൽ ചില വർക്ക് സ്ലോ ആണെങ്കിൽ കാണാൻ പറ്റും. ചില സ്ഥലത്ത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നവർ നമ്പർ വേണ്ടത്ര ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ചിലയിടത്ത് എക്യുപ്മെൻറ്റ്സ് മെഷീൻ ഉൾപ്പെടെ വേണ്ടത്ര ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഫീൽഡിൽ കൂടി പോകണം. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഒരു 2-3 റൗണ്ട് പോയി കഴിഞ്ഞു. യോഗങ്ങൾ, 100 കണക്കിന് യോഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഇനിയും ഇത് നടത്തിപ്പോകും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇങ്ങനെ ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ തന്നെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയില്ലേ, വേറെ ചില സ്റ്റേറ്റിൽ ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ NH-66 കേരളത്തിൽ അതിവേഗം നടക്കും. നമുക്കൊരു മാസം 4% ഇൻക്രീസ് വരുത്താൻ ചിലയിടങ്ങളിൽ പറ്റുന്നുണ്ട്. അത് ഇനിയും കൂട്ടണം. അപ്പം അത് നമ്മുടെ ഈ കോർഡിനേഷനാണ്. അതുകൊണ്ട് കുറേ പ്രശ്നം പരിഹരിക്കാൻ പറ്റി. അതെ, കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. സ്ട്രെച്ച് വൈസ് റിവ്യൂ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഓരോ സ്ട്രെച്ചിൻ്റെ റിവ്യൂ നടത്തുന്നുണ്ട്. ഡിസ്ട്രിക്ട് വൈസ് റിവ്യൂ നടത്തുന്നുണ്ട്. സ്റ്റേറ്റ് വൈഡ് റിവ്യൂ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. റോഡ് വീതി കൂട്ടാൻ മരങ്ങൾ മുറിച്ചു മാറ്റണം. അത് സംസ്ഥാനത്തെ വനം വകുപ്പാണ് വേഗത്തിൽ ചെയ്യേണ്ടത്. വൈദ്യുതി ലൈൻ, വൈദ്യുതി പോസ്റ്റ് മാറ്റണം. സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പാണ് വേഗത്തിൽ ചെയ്യേണ്ടത്. ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പാണ് ചെയ്യേണ്ടത്. പ്രാദേശിക പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ചെയ്യേണ്ടത്. മെറ്റീരിയലുകളുടെ ആവശ്യകത, മറ്റു പ്രശ്നങ്ങൾ അവിടെ ഉയർത്തിപ്പെട്ട അത് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പാണ് ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ്. ഇതിൻ്റെ പ്രവൃത്തി, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. ആ കോർഡിനേഷൻ വളരെ പ്രോപ്പറാണ്. അപ്പം ഇന്നലത്തെ യോഗം എന്ന് പറഞ്ഞാൽ തൊട്ടുകൊണ്ടുള്ള പരിശോധനയാണ്. ഇങ്ങനെ ഇടയ്ക്കിടെ നടത്തുന്നുണ്ട്. കൊല്ലത്തിലൊരു യോഗമല്ല, 6 മാസത്തിലൊരു യോഗമല്ല. അപ്പോൾ ആ വീഡിയോ കണ്ടല്ലോ, അതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാകുന്നത്, PM മുഹമ്മദ് റിയാസ് പറയുന്നതനുസരിച്ച് പിന്നെ സംസ്ഥാന സർക്കാർ വളരെയധികം ഇതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ടീം ഇങ്ങനെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഓരോ ലൈനായി പഠിച്ചുകൊണ്ട് റോഡിനെ പഠിക്കുന്നു, അതിൻ്റെ ചുറ്റുപാടുണ്ടാക്കി വെച്ച കാര്യങ്ങളെ പറ്റി പഠിക്കുന്നു, ആ റോഡ് ഉണ്ടാക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ പറ്റി പഠിക്കുന്നു, അതായത് ആൾക്കാരെ പ്രശ്നങ്ങളും ആൾക്കാരുടെ അഭിപ്രായങ്ങളെ പറ്റിയും പഠിക്കുന്നു. ഇങ്ങനെ എല്ലാം പഠനവിധ, അതായത് ഓൾമോസ്റ്റ് 100% എല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണ്. അതേ പറഞ്ഞാൽ 3 തവണയോ അങ്ങാണ്ട്, 3 തവണ അങ്ങനെയല്ല വീഡിയോ പറഞ്ഞപ്പോൾ 3 തവണയും ഇത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാൽ പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തൊട്ട് നോക്കി ഉള്ള അസസ്മെന്റിലൊന്നും നമുക്ക് ഇത്രയ്ക്കും പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ NH-66 ഇന്നാൾ പൊളിഞ്ഞ ഭാഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു വയലാണ്, അല്ലേ? ഒരു റോഡ് അല്ലെങ്കിൽ എന്ത് നിർമ്മിതി ആയിക്കോട്ടെ, ഒരു സ്ഥലത്ത് പണിയുമ്പോൾ ആ സ്ഥലത്തിനെ പറ്റി പഠിച്ച് അതിൻ്റെ ജിയോഗ്രഫിക്കൽ റീസൺസ്, അതായത് ജിയോഗ്രഫിക്കലി അത് എങ്ങനെ അവിടെ ആ ഒരു നിർമ്മിതി ഫിറ്റ് ചെയ്യും, അവിടെ ഫിറ്റ് ആവും എന്നുള്ളത് കറക്റ്റ് അസസ്മെന്റ് നടത്തി, പഠനം നടത്തി, സയന്റിഫിക്കലി ഒക്കെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു വയലിൽ ഈ റോഡ് പൊളിഞ്ഞ ഭാഗത്ത് അത് ശരിയായ രീതിയിലല്ല ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ശ്രീധരൻ സാറൊക്കെ പറഞ്ഞത് നേരെ തിരിച്ചാണ്. അതായത് ആ ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭൂപ്രകൃതി വെച്ചുകൊണ്ട് അതൊരു വയഡക്റ്റ് ആയിരുന്നു നിർമ്മിക്കേണ്ടത് എന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വയഡക്റ്റ് ആകുമ്പോൾ 2 ഗുണം. കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ സാധാരണയുള്ള ഒഴുക്ക് പെടുത്തേണ്ടി വരില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂപ്രകൃതിയെ അല്ലെങ്കിൽ ആ ഭൂമിയോട് ഒരു മത്സരം പ്രഖ്യാപിച്ച പോലെയാണ്. അതായത് അതിനെ മൊത്തത്തിൽ അങ്ങ് തടയുകയാണ്. ആ വയലിൻ്റെ അകത്തുള്ള ആ വെള്ളത്തിന്റെ സുഖമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒഴുക്കിനെ അതെങ്ങോട്ടാണ് ഒഴുകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈറ്റിലാണ്. NH-66 പോയ ആൾക്കാർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സംഭവം. നമ്മുടെ കേരളത്തിൽ പോകുന്ന പാത വളരെ ഹൈറ്റിലാണ് പല സമയത്തും. ഏകദേശം ഒരു ഓവർ ബ്രിഡ്ജിനേക്കാൾ ഹൈറ്റിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറയാം ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ. അതെന്തുകൊണ്ട് അങ്ങനെ പണിയുന്നില്ല, ഈ മണ്ണൊട്ടകർത്തെ ഭാഗങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു. ഈ തകർന്ന ഭാഗം അതുപോലെ തന്നെ വളരെ ഹൈറ്റിലാണ് ഇത് പൊന്തിക്കിടക്കുന്നത്. അതുപോലെ പല സ്ഥലങ്ങളിലും വിള്ളലുകൾ ഉണ്ടാവുന്നു ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ഈ മഴ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. മഴ കൂടുതലായിട്ട് അങ്ങോട്ട് പെയ്തും എന്താ പറയുക ഇറങ്ങിയിട്ടൊന്നുമില്ല നമുക്ക് പറയാനാണെങ്കിൽ. ഇപ്പൊ ഇന്നാണ് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ടാണ് മഴ ശക്തമായിട്ട് പെയ്യുന്നത്.
അപ്പം നമ്മളിനി ശരിക്കും പറഞ്ഞാൽ ഭയപ്പെടേണ്ട സാഹചര്യമാണ്. ഇനിയിപ്പോൾ എപ്പോൾ ഇനി അങ്ങോട്ട് മഴ ഇഷ്ടംപോലെ കിടക്കുകയാണ്. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വിള്ളൽ വരുമോ, നമ്മൾ പോകുന്ന സമയത്ത് പല റീച്ചുകൾ ഓപ്പൺ ആണ്, പോകുന്ന സമയത്ത് അതിനെന്തെങ്കിലും അപകടങ്ങൾ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. ആ മലപ്പുറത്ത് അപകടം പറ്റിയെടുത്ത് കണ്ട ആ തകർന്ന് കിടക്കുന്നതിൻ്റെ അടിയിൽ 2 കാറ് കുടുങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഫാമിലി ഉണ്ടായിരുന്നു. അത് പിന്നെ പുറത്തു വന്ന വീഡിയോയിൽ ആ ഫാമിലി ഇറങ്ങി അവിടെ നിൽക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഫുൾ ഫാമിലി ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു കാറിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഭീതിപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അത് അവരുടെ മുകളിലേക്ക് വേണ്ടി അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു കണ്ടീഷനായി പോയിരുന്നെങ്കിൽ ഷിരൂരിലൊക്കെ സംഭവിച്ചിട്ടില്ലേ, അത് അത്രയും മണ്ണ് അവിടെ ഉണ്ട്. കൂടുതൽ ഇടിഞ്ഞിരുന്നെങ്കിൽ അത് വളരെ വലിയൊരു അപകടത്തിലേക്ക് പോകില്ല. 2 കാറിലുള്ള ആൾക്കാർ എന്തെങ്കിലും അപകടം പറ്റുക എന്നൊക്കെ പറയുന്നത്, അവർക്ക് ജീവഹാനി സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ഇത് പോകാനാണ്. അപ്പോൾ ഇതായിരുന്നില്ല, ഇങ്ങനെ ആയിരിക്കില്ല ആൾക്കാർ ചർച്ച ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റിയാസ് പറഞ്ഞത് കേട്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് റിയാസ് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായി നമുക്ക് എന്താ മനസ്സിലാവുന്നത്? സംസ്ഥാന സർക്കാർ നല്ലതാണെങ്കിൽ അതിനകത്ത് ക്രെഡിറ്റ് എടുക്കുന്നു, മോശമാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് അതിനകത്ത് ക്രെഡിറ്റ് എടുക്കാൻ താല്പര്യമില്ല, അത് മൊത്തം മറ്റുള്ളവരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ചെയ്യുന്ന ഒരു കാര്യം. ഇത് പക്ഷേ ഇവരെയൊക്കെ സംസാരം കേട്ടുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു ഔദാര്യം പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഇവരെന്തൊക്കെയോ എന്താ പറയുക കഷ്ടപ്പെട്ട്, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ, ഞാൻ വിമർശിക്കുന്നില്ല, വളരെ നല്ലൊരു പ്രൊജക്റ്റാണ്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ BJP ഇവിടെ ഭയങ്കരമായിട്ട് പറയുന്നത് ഇത് ഞങ്ങളാണ്. അപ്പോൾ BJP മിണ്ടുന്നില്ല, അത് വേറൊരു കാര്യം. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പറയുന്ന ആൾക്കാർ ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതായത് ഞങ്ങൾ കൊണ്ട് ഇതായെന്നല്ല, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം, അതായത് ഈ ഒരു സംഭവം നടത്തിയപ്പോൾ പ്രശ്നം ഉണ്ടായതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഓക്കെ, അതല്ലാതെ ഞങ്ങളല്ല, അവരാണ്, മറ്റവരാണ്, ഇവർ ഞങ്ങളെ ഇതാക്കുകയാണ്, അങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. ഈ ഒരു പുതിയ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള ഒരു മാതിരി സംസാരങ്ങളൊക്കെ തികച്ചും നമുക്ക് എന്താ പറയുക സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇവരൊക്കെയാണല്ലോ നമ്മുടെ മന്ത്രിമാരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ഭാവിയിലെ ഇതാകുന്ന രാഷ്ട്രീയ ഭേദമന്യേ അങ്ങനെ തന്നെ വേണം പറയാം. എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ കണക്കാം. അതെന്തുകൊണ്ടാണ് അങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊഞ്ഞന കുത്തുന്നതിന് തുല്യമാണ്, സാധാ ജനങ്ങളെ കൊഞ്ഞന കുത്തുന്നതിന് തുല്യമാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ഉത്തരവാദിത്വം അത് ഞങ്ങൾ കൃത്യമായി ഒന്നുകൂടി പഠിക്കും. ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ ഇത് ചെയ്യും. പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ, കാസർഗോഡ് മുതൽ വയനാട് വരെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനിയും ഒന്നുകൂടി ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ. അവിടെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ പഠിച്ച് വികസനം വരുമ്പോൾ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ കഷ്ടപ്പെടാൻ പാടില്ല. നമ്മളിപ്പോൾ കണ്ടു എത്ര ആൾക്കാർ, ഇപ്പോഴാണ് അതൊക്കെ കൂടുതലായിട്ട് പുറത്തേക്ക് വന്നത്, എത്ര ആൾക്കാരാണ് കഷ്ടപ്പെടുന്നത്. ഈ മറ്റേ വെള്ളവും ശക്തമായിട്ട് ഒലിച്ചിറങ്ങിയിട്ടും പിന്നെ അങ്ങനെയുള്ള ഈ ഹൈവേ നിർമ്മിച്ച കൺസ്ട്രക്ഷൻ കമ്പനികളുടെ അനാസ്ഥ കാരണം ഇതുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെയുള്ള ആൾക്കാരെ പറ്റിയും ഹൈവേ ഉണ്ടാക്കുമ്പോൾ ചിന്തിക്കണം. മറ്റൊരു രാജ്യത്ത് ഇങ്ങനെ ഹൈവേ ഉണ്ടാക്കില്ല. ഹൈവേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ രീതിയിൽ അവിടെ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കും, ചുറ്റുവട്ടത്തിലുള്ള ജനങ്ങളുടെ സഞ്ചാരത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഒരിക്കലും ആരും ഒന്നും ചെയ്യൂല. അതിന് പോകുന്ന വഴി കൂടെയുള്ള ആൾക്കാരോട് ഒഴിഞ്ഞു കൊടുക്കാൻ പറയും, അതിന് കൃത്യമായ കോമ്പൻസേഷൻ കൊടുക്കും. അതുപോലെയൊക്കെയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇപ്പൊ വയൽ കൂടെ, അവിടെയും മറ്റു രാജ്യങ്ങളിലും വയലുകളുണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ വയൽ കൂടെ പോകുന്നുണ്ട്, അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ആ റോഡ് അവർ മാറ്റും, എലിവേറ്റ് ചെയ്യും. അതായത് ഒന്നുകിൽ എന്താ പറയാ പാലം നിർമ്മിച്ച് അതിലൂടെയാണ് പോകും. അതുകൊണ്ട് വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് നഷ്ടപ്പെടുന്നില്ല, അപകടങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അൾട്ടിമേറ്റ്ലി അതെന്ത് ചെയ്യും, ഒരു ലോങ് റണ്ണിൽ ആ ഹൈവേനെ സേഫ് ആക്കി വെക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അതൊന്നും പ്രശ്നമല്ല. എനിക്ക് തോന്നുന്നത് ഈ മറ്റേ KNR കൺസ്ട്രക്ഷൻ കമ്പനി പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പരിപാടി ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേ മോള് കൂടെ ഉണ്ടാകുന്ന വയഡക്ട്, അതായത് ഓവർ ബ്രിഡ്ജ് ഒക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന ഭയങ്കര ചെലവ് വരുമല്ലോ. ഇത് ചുമ്മാ മണ്ണടിച്ച് അതിന്റെ മോള് റോഡ് കയറ്റി കൊടുത്താൽ പോരെ. ആടുന്ന് ഇവിടുന്നൊക്കെ മണ്ണ് തോണ്ടിയ സംഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ചിരിക്കാം. പക്ഷെ അത് വളരെ മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരന്റെ ജീവന് ഒരു വിലയുമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഓരോരോ കാര്യങ്ങളൊക്കെയാണിത്. നമ്മളൊക്കെ ചിന്താകുലരാകേണ്ട ഒരു സമയം തന്നെയാണ് ഇങ്ങനെയുള്ള സമയം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമുക്കിപ്പോൾ സങ്കടം വരുന്നൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ സംഭവമാണ്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ കേട്ടു, ഇതേ മുഹമ്മദ് റിയാസ് തന്നെ ഇതിന് ശേഷം, അതായത് ഈ റോഡ് പൊളിഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞൊരു വീഡിയോ കൂടിയുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കേട്ടപ്പോൾ. അതിന് നിർമ്മാണത്തിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം നമുക്കറിയാം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചു വരുമ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആ വിഷയം പരിശോധിച്ച് പൂർണ്ണമായും അത് പരിഹരിക്കാനുള്ള ആ നിലപാട് സ്വീകരിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം, ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ്
ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് സമാനമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച UDF നേതാക്കന്മാരുണ്ട് കേരളത്തിൽ. ജനം ഇത് കാണുന്നുണ്ട്. ഇതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞതൊരു സുവർണാവസരമാക്കി അവരെടുത്തിട്ടുള്ള നിലപാട് നമ്മൾ കണ്ടതാണ്. ഭരിക്കുന്ന സമയത്ത് ത്രാണിയോടുകൂടി ഇത് നടപ്പിലാക്കാൻ പറ്റാത്തവർ, ഭരണം പോയി പ്രതിപക്ഷമായപ്പോൾ ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ തടസ്സപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്തവർ ഇപ്പോൾ ചാടി വീഴുകയാണ്. ആഹ്ലാദ പ്രകടനം നടത്തുന്നത് പോലെ പ്രസ്താവനകളുടെ മത്സരമായിരുന്നു കേരളത്തിൽ ഈ 2-3 ദിവസം. ഇത് ദേശീയപാത വികസനവും UDFും തമ്മിലുള്ള ബന്ധമെന്ത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കോവിഡ് ഉണ്ടായപ്പോൾ ഇതുപോലുള്ള നിലപാട് UDF സ്വീകരിച്ചു. അന്ന് LDFന് 99 സീറ്റിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കാരണം കോവിഡുമായിരുന്നു. കോവിഡിൽ പ്രതിപക്ഷമെടുത്ത നിലപാടുമായിരുന്നു. എന്നാൽ അതിൽ നിന്നും പഠിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്നമാണ് ദേശീയപാത വികസന യാഥാർത്ഥ്യമാകൽ. അതിനെതിരെ നിലപാട് സ്വീകരിക്കും. ഇതും കേരളം കാണുന്നു. അപ്പോൾ ആ വീഡിയോ കേട്ടല്ലോ. അപ്പോൾ ആ വീഡിയോ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ മുഹമ്മദ് റിയാസ് പറയാണ് പ്രതിപക്ഷം, അതായത് ഇപ്പൊ UDF ആയാലും BJP അധികം കുറ്റപ്പെടുത്തില്ല എന്ന് തോന്നുന്നു. BJP ഇതിനകത്ത് സംസ്ഥാന സർക്കാർ എന്തോ മാറ്റം വരുത്തി DBRൽ എന്തെങ്കിലും മാറ്റുവാനായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തക്കാരായിട്ടുള്ള അവരുടെ സ്വന്തക്കാരായിട്ടുള്ള ചില കൺസ്ട്രക്ഷൻ കമ്പനികൾ ഇതിനകത്തേക്ക് തള്ളിക്കയറ്റിയിട്ടുണ്ടോ എന്നൊക്കെയാണ് BJPയുടെ ഒരു എന്താ പറയാ ആരോപണങ്ങൾ. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്, അത് ആരായാലും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ റിയാസ് പറഞ്ഞതെന്ന് മനസ്സിലായി. റിയാസ് പൂർണ്ണമായിട്ടും അതിനകത്ത് നിന്ന് ഒഴിയുകയാണ് ചെയ്തത്. ആദ്യം ഇത് നന്നായി കടന്നിരുന്ന സമയത്ത് ഇതൊരു വൻ സക്സസ്ഫുള്ളായി ആ ഒരു രീതിയിലേക്ക് അത് കംപ്ലീറ്റ് ആവാൻ പോകുന്ന കണ്ടീഷനിൽ അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള തിരക്കായിരുന്നു. ഈവൻ മുഖ്യമന്ത്രി പോലും ക്രെഡിറ്റ് എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പം അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷേ മുഖ്യമന്ത്രി ആയാലും റിയാസ് ആയാലും LDF ഗവൺമെന്റ് മൊത്തത്തിൽ ഈ ഒരു സംഭവത്തിന്റെ ക്രെഡിറ്റ് ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനലായാലും അതിൻ്റെയും ക്രെഡിറ്റ് എല്ലാവരും ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള റോഡ് ഉദ്ഘാടനം ചെയ്തു, അവിടെയും ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോ മുഹമ്മദ് റിയാസിന്റെയും പിണറായി വിജയന്റെയാണ്. അപ്പോൾ അതിനകത്ത് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയാണ്, സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉണ്ടാക്കിയ റോഡാണ്. കേരളം എന്ത് കൊടുത്തു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവിടെ അങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. NH66 ഇവർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ക്രെഡിറ്റ് എടുക്കാം, നല്ലതിന്റെ ക്രെഡിറ്റ് എടുക്കാം, മോശമായി കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എടുത്ത ക്രെഡിറ്റ് തലയിൽ നിന്ന് ഇറക്കി വെക്കുക എന്ന് പറഞ്ഞൊരു തരം വിഡ്ഢിത്തരമാണ്. അല്ലെങ്കിൽ അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും വിഡ്ഢിത്തരമാണ്, അല്ലെങ്കിൽ അത് ഞാൻ പറയുന്നില്ല പോട്ടെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ റിയാസ് പറയുന്ന ഒരു പ്രതിപക്ഷത്തിന് വിമർശിക്കാൻ ഇതില്ലേ? വിമർശിച്ചാൽ എന്താ പ്രശ്നം? UDFന് വിമർശിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ NH66 എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ രാഷ്ട്രീയപരമായ നേട്ടമാക്കി കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? LDF ഗവൺമെന്റ് അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായ ഒരു നേട്ടമായി ഉയർത്തി കാണിക്കാൻ വേണ്ടി ഒരു നിർമ്മിതിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ നിർമ്മിതി നിർമ്മാണത്തിലിരിക്കുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ പരാജയം ആ നിർമ്മിതിയിലുണ്ടായ പരാജയത്തിനെ പൊന്തിച്ച് കാണിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ മറ്റു പാർട്ടികൾക്കും 100% അവകാശമുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുഹമ്മദ് റിയാസിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിലൊരു കാര്യമല്ല. മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായിട്ട്, അതായത് ഈ പൊളിഞ്ഞതിന് ശേഷം ഈ വിണ്ടുകീറലൊക്കെ വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി മുഖ്യമന്ത്രി പറഞ്ഞതിന് പൂർണ്ണമായി തള്ളിക്കളയുകയല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. കാരണം ഇനി ഞാൻ ഈ പ്രവൃത്തിനെ പറ്റി പറയും. ഈ പ്രവൃത്തി തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപകരിക്കുമെങ്കിലും ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ സഞ്ചാര സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് വന്നിരിക്കുന്നത്. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ കുറച്ച് വാഹനങ്ങളെ ഇപ്പോൾ പോകുന്നുള്ളൂ. അങ്ങനെയൊന്നും ആയിരിക്കില്ല ഭാവിയിൽ. കാരണം ഈ റോഡിന്റെ പ്രധാന ഉദ്ദേശ്യം വിഴിഞ്ഞം കണ്ടെയ്നർ. കാരണം അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു ടെർമിനലിൽ നിന്നും ഷിപ്പുകൾ ഒരുപാട് വരും. ഇന്ത്യയിലേക്ക് തലങ്ങും വിലങ്ങും സാധനം കൊണ്ടൊരു റോഡാണത്. നമ്മുടെ എക്സിസ്റ്റിംഗ് റോഡ് വെച്ചിട്ട് ഒരിക്കലും ആ അത്രയും വലിയൊരു വോളിയത്തിനെ എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു റോഡ് വികസനമാണ് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളും ബെനിഫിറ്റഡ് ആവും എന്ന് മാത്രം അതിൽ കൂടെ. കാരണം നിങ്ങൾ കണ്ടോളൂ, ആ ലൈന് വരുന്ന സമയത്ത് മൊത്തം ലോറികളായിരിക്കും. ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ. വർഷങ്ങൾക്ക് ശേഷം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫുൾ ഫ്ലഡ്ജ് ആയി, അതായത് ഫുള്ളി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്, അതായത് ഏത് വിഴിഞ്ഞം ഫുള്ളി സെറ്റ് ആയി കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ ടെർമിനലിൽ നിന്നും ഈ കന്യാകുമാരി, അതായത് വിഴിഞ്ഞത്ത് നിന്നും നേരെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ലോറികൾ പോകും, വലിയ കണ്ടെയ്നേഴ്സ് പോകും. അപ്പൊ ഈ കണ്ടെയ്നേഴ്സ് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. കാരണം നോർത്ത് ഇന്ത്യയിലാണ് എന്തുള്ളത്, ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉള്ളത്. സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ കുറേ ഉണ്ട്, കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്. അവിടെ നിന്നൊക്കെ ഉള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വരും.
മനസ്സിലായില്ലേ? കാരണം മദർഷിപ്സിന് അടുക്കാൻ പറ്റുന്ന കണ്ടെയ്നർ ടെർമിനലാണ്. അപ്പോൾ അതിലേക്ക് തീർച്ചയായും ഒരുപാട് വാഹനങ്ങളുടെ, വലിയ വാഹനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകും. അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 6 ലൈൻ എന്നുള്ളത് ഒരു പകൽ പോലുള്ള യാഥാർത്ഥ്യമാണ്. ഓർമ്മിച്ച് വെച്ചോളൂ, അന്ന് ഈ 3 ലൈനിൽ നിങ്ങൾക്ക് 3 കണ്ടെയ്നറുമായി പോകുന്ന ലോറികൾ കാണാം. നിങ്ങൾ അതിൻ്റെ പുറകിൽ ഹോണടിക്കും, രാത്രിയുടെ ഫ്ലാഷ് അടിക്കേണ്ടി വരും. അവർ മാറാൻ പോകുന്നില്ല. അല്ലെങ്കിൽ കൃത്യമായ നിയമനിർമ്മാണം വേണ്ടി വരും ഇവർക്കൊക്കെ ലെഫ്റ്റ് ലൈനിൽ പോകാനില്ല. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇതായി കഴിഞ്ഞാൽ അന്നത്തെ ഇത്രയും വെയിറ്റ് വെച്ച് പോകുന്ന വാഹനങ്ങളൊക്കെ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ഒരു നല്ല കാര്യം വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക, അതിന്റെ മോശം സമയത്ത് അതിനെ കൃത്യമായി മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി അതിൻ്റെ അത് ക്ലിയർ ആയിട്ടില്ല. അത് കേന്ദ്ര സർക്കാർ എന്നില്ല, സംസ്ഥാന സർക്കാർ. ഇവിടെ റിയാസ് ഒക്കെ പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇതുപോലെ ഹെൽപ്പ് ചെയ്ത സംസ്ഥാന സർക്കാർ ഇല്ല എന്ന് NHAI പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഹെൽപ്പ് ചെയ്ത സർക്കാരാണെങ്കിൽ ഇതിലും കൂടി ഒന്ന് NHAIനെ ഹെൽപ്പ് ചെയ്തിട്ട് ഈ പാതയിൽ അവിടെ ഇവിടെയായി കാണുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി, ഈ മറ്റേ റിയാസ് പറഞ്ഞ പോലെ കന്യാകുമാരിയിൽ നിന്ന് അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ യാത്ര ചെയ്ത് അത് കണ്ടെത്തി അവരെ മനസ്സിലാക്കി ഈ പാത പൂർണ്ണമായും സേഫ് ആക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനോട് ഇതുപോലെ വൃത്തികെട്ട ആൾക്കാരെ ഇനിയും ഇങ്ങനെയുള്ള റോഡ് നിർമ്മാണത്തിലാണെങ്കിലും ഈ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കുക. കമ്പനിയെ പറ്റി ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം, ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലേ, പഠിച്ചതിന് ശേഷം മാത്രം, അവരുടെ പ്രീവിയസ് വർക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ടും നോക്കിയതിന് ശേഷം മാത്രം ഇവരെയൊക്കെ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ നിർമ്മിക്കാൻ ഏൽപ്പിക്കുക. കാരണം പലർക്കും പണം മാത്രമേ വേണ്ടൂ, പൊതുജനങ്ങളുടെ ജീവനോ സ്വത്തിനോ ആർക്കും ഒരു വിലയില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം NH-66 കൂടെ ഒരു യാത്ര നടത്തി. ഞാൻ കോഴിക്കോട്ട് നിന്ന്, അതായത് തലശ്ശേരി ഭാഗത്തേക്ക്. ആ യാത്രയിൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കൊയിലാണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. മണിക്കൂറുകളോളം ബ്ലോക്കാണ്. ആ ഒരു ഹൈവേയിലേക്ക് ഇത്തിരി പോകുന്ന റോഡല്ലേ, എനിക്കൊന്ന് ഞാൻ വേറെ വഴി കൂടിയാണ് പോയത്. അതിനകത്തേക്കൊന്ന് കടന്നു കിട്ടാൻ നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകളാണ്. മറ്റേ വാഗതാണെന്ന് തോന്നുന്നു അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, ഈ വടകര ടു തലശ്ശേരി, കൊയിലാണ്ടി ടു തലശ്ശേരി സ്ട്രെച്ച് മുഴുവൻ അവർ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വഗാദ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതൊരു ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ ചെയ്തിരിക്കുന്നത് ഇവരാണ്. അവിടെ അവർ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവിടെ അത് വളരെയധികം ഡെഡ് സ്ലോ ആയത് എനിക്കറിയില്ല. പല റീച്ചിലും പണിയേ നടക്കുന്നില്ല. അപ്പോൾ ഇതെന്നാണ് ഇതൊക്കെ തീരുക എന്നുള്ളത് നമുക്കറിയില്ല. ജനങ്ങൾ തന്നെയാണ് ബുദ്ധിമുട്ടുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് റോഡിന്റെ ഇവിടേക്കൊക്കെ വലിയ വലിയ ഇരുമ്പിന്റെ സാധനങ്ങളുണ്ടാവും, മറ്റേ ഈ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്, അതൊക്കെ റോഡിലേക്കാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായെന്ന് ഒക്കെ അറിയാലോ, കുറെ ആൾക്കാർ മരിച്ചു ഒക്കെ. അത് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊന്നല്ല റോഡ് ഉണ്ടാക്കുന്നത്, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പല സ്ഥലം ഇങ്ങനെയൊന്നല്ല റോഡ് ഉണ്ടാക്കുന്നത്. വളരെ അശ്രദ്ധമായി സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ടൊന്നല്ല റോഡ് ഉണ്ടാക്കണ്ടേ. കുറച്ചുകൂടി സേഫ്റ്റി ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട്, പൊതുജനങ്ങളുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ, ചെയ്ത് കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും നടക്കുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.